കള്ളന്മാരെ പറന്നു പിടിക്കുന്ന പോലീസുകാരുണ്ട് കരമന സ്റ്റേഷനിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നിറമൺകരയിൽ നടന്ന ഹൈവേ കൊള്ളക്കാരെ മിന്നൽ വേഗത്തിൽ കീഴടക്കിയത്. തിരുവനന്തപുരം നിറമൺകരയിലെ ഈ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് 2 ആഴ്ച മുമ്പ് ഒരു ഹൈവേ റോബറി നടന്നത്. ബൈക്കിലെത്തിയ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തി. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് സ്വർണ്ണാഭരണങ്ങളും കൊള്ളയടിച്ച് രക്ഷപ്പെട്ടത്. പ്രാവച്ചമ്പലത്ത് നിന്ന് നഗരത്തിലേക്കാണ് 40 പവൻ സ്വർണ്ണമടങ്ങുന്ന ബാഗുമായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ എത്തിയത്. നിറമൺകരയിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് അയാൾ കൊള്ളയടിക്കപ്പെട്ടത്. അയാളെ ബൈക്കിൽ പിന്തുടർന്നിരുന്ന 2 അംഗ സംഘമായിരുന്നു ബാഗുമായി രക്ഷപ്പെട്ടത്. ട്രാഫിക് ആയാലുണ്ട്. അപ്പോൾ ആ സമയത്ത് റെഡായിരുന്നു സിഗ്നൽ. നമ്മുടെ പരാതിക്കാരൻ്റെ വണ്ടി സ്റ്റോപ്പായിരുന്നു. ബാഗ് കവർന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു മെസ്സേജ് നമ്മുടെ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, നിറമൺകരയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നെ ഫോണിൽ വിളിച്ച് പറയുന്നത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ കരമന സ്റ്റേഷനിലെ CI എസ് അനൂപിന്റെ നേതൃത്വത്തിലുള്ള പരുന്ത് സ്ക്വാഡ് പറന്നെത്തി. അപ്പോഴേക്കും നാട്ടുകാർ കൊള്ളക്കാരെ പിന്തുടരുന്നുണ്ടായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ സംഘം ബൈക്ക് ഉപേക്ഷിച്ച് കാട് പിടിച്ച ചതുപ്പിലേക്ക് ഒളിച്ചു. ആ ട്രാഫിക് സിഗ്നൽ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട 2 അംഗ കൊള്ളസംഘം നേരെ എത്തിയത് നിറമൺകര NSS കോളേജിന് സമീപത്തെ ഈ ചതുപ്പ് ഭാഗത്തേക്കാണ്. പിന്നാലെ ആളുണ്ടെന്ന് മനസ്സിലാക്കിയ ആ 2 പേരും നേരെ ഈ ചതുപ്പിലേക്ക് ചാടി ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം അവരെ പരുന്ത് റാഞ്ചി. മറ്റാരുമല്ല, കരമന SHO അനൂപിന്റെ നേതൃത്വത്തിലുള്ള പരുന്ത് സ്ക്വാഡ്. സംഘത്തിലെ ഒരാളെ ആ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി. മറ്റൊരാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്നും കടന്നു. ഗ്രാമപ്രദേശത്തെ പാറക്കോറിൽ നിന്നാണ് ഇയാളെ പിന്നീട് പിടികൂടിയത്. പിടിയിലായത് ഷാനവാസ് കൃഷ്ണൻ. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ മറ്റൊരു വിവരം കൂടി ലഭിച്ചു. മണി ഹേസ്റ്റ് വെബ് സീരീസിലെ പ്രൊഫസറെ പോലെ ഇവരെ ഈ മോഷണം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരാളാണ്, ശ്രീജിത്ത്. അയാളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു കൊള്ളയടി കൊട്ടേഷൻ. എപ്പോഴും ആക്ഷന് റെഡിയായിരിക്കുന്ന പരുന്ത് സ്ക്വാഡ് ഉള്ളതുകൊണ്ടാണ് രാജ്യം തന്നെ വിട്ടുപോകാമായിരുന്ന കൊള്ളസംഘത്തെ കരമന പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ, അതും കരമന ഭാഗത്ത് ആരെങ്കിലും ഹൈവേ റോബറി ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇവിടെ റാഗി പറക്കുന്ന പരുന്തുണ്ട്.